കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി രാജ്യത്തുയർത്തിവിട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയിൽ മന്ത്രിസഭ ഇപ്പോൾ 2 പേരിൽ മാത്രമായി ഒതുങ്ങുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഏതൊരു മന്ത്രിസഭയുടെയും കൂട്ടുത്തരവാദിത്തമാണ് രാജ്യഭരണം എന്നിരിക്കെ ജനാധിപത്യ തത്വം പൂർണ്ണമായി ഇന്ന് രാജ്യത്ത് ഇല്ലാതാകുകയാണോ എന്ന ധ്വനിയാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. സുപ്രധാനമായ നയപരമായ തീരുമാനങ്ങളെല്ലാം ബന്ധപ്പെട്ട മന്ത്രിമാരെ പോലും അറിയിക്കാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് മാത്രം നേരിട്ട് കൈക്കൊള്ളുന്ന രീതിയാണ് രാജ്യത്തിപ്പോൾ നടക്കുന്നത്. ഇതാണ് രാഹുൽ ഗാന്ധി സൂചനകൾ നൽകിയത്. ശിവരാജ് സിംഗ് ചൗഹാൻ, നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ് തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ഭരണത്തിൽ വെറും കാഴ്ചക്കാരായി മാറുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. ഭരണതലപ്പത്തിരിക്കുന്ന നേതാക്കളെക്കാൾ ഉദ്യോഗസ്ഥർക്ക് പ്രാധാന്യം നൽകുന്ന ഈ ഗുജറാത്ത് മോഡൽ ഭരണം ജനാധിപത്യപരമായ കൂടിയാലോചനകളെ ഇല്ലാതാക്കുന്നുവെന്നും അദ്ദേഹം ആവർത്തിച്ചു. അധികാരം നരേന്ദ്രമോദിയിലും അമിത്ഷായിലും മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നുവെന്നും ആരോപിക്കപ്പെടുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റങ്ങൾ മുതൽ രാജ്യസുരക്ഷാ കാര്യങ്ങൾ വരെ ഇത്തരത്തിൽ ഏകപക്ഷീയമായി തീരുമാനിക്കപ്പെടുന്നത് ജനാധിപത്യത്തിന് വലിയ വെല്ലുവിളിയാണ് എന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം എടുത്തു പറയുന്നത്. സ്വന്തം ടീമിലെ നേതാക്കളെ സൈഡ് ബെഞ്ചിൽ ഇരുത്തിക്കൊണ്ട് എല്ലാ പൊസിഷനിലും താൻ തന്നെ കളിക്കാൻ നോക്കുന്ന ഒരു ക്യാപ്റ്റനെ പോലെയാണ് കാര്യങ്ങൾ മോദി ഇപ്പോൾ കൊണ്ടുപോകുന്നത്. സുപ്രധാന തീരുമാനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഉപജാപക ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ നേരിട്ട് നടത്തുന്ന അവസ്ഥയായി. അതായത് വകുപ്പിലെ തലപ്പത്തിരിക്കുന്ന മന്ത്രി പോലും കാര്യങ്ങൾ അറിയുന്നില്ല എന്നതാണ്. ഉദാഹരണമായി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റവും പദ്ധതിയുടെ ഘടന മാറ്റവും ഒന്നും ആ വകുപ്പ് തലവനായ ശിവരാജ് സിംഗ് ചൗഹാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സർക്കാരിലെ തന്നെ ഏറ്റവും പരിചയസമ്പന്നരായ നേതാക്കളെ തന്നെ നിർണായക തീരുമാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുമ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് താനെന്ന കസേരയ്ക്ക് ചുറ്റും നിന്ന് അധികാരം മാറിപ്പോകരുത് എന്ന സ്വേച്ഛാധിപത്യ പ്രവണതയല്ലേ? ഇതാണ് രാജ്യത്തിപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ. ശിവരാജ് സിംഗ് ചൗഹാൻ, നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ്, BJPയിലെ അതികായന്മാരായ ഈ മുതിർന്ന ഭരണകർത്താക്കളായ മോദിയേക്കാൾ പ്രവർത്തന പരിചയസമ്പന്നരായ ഇവരെ വെറും നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ടാണ് മോദി അമിത്ഷാ കൂട്ടുകെട്ടിലേക്ക് മാത്രമായി ഭരണം കേന്ദ്രീകരിക്കപ്പെടുന്നത്. ഈ 3 പേർക്ക് നിലവിൽ സ്വന്തമായി നിലപാടുകളുള്ള ഭരണ പ്രതിപക്ഷ മേഖലയിൽ തന്നെ പിന്തുണയുള്ള കൂടാതെ ഏറെ ജനപ്രീതിയുള്ള നേതാക്കളാണ് എന്നതുകൊണ്ട് ഭാവിയിൽ മോദിക്ക് ഭീഷണിയാവുമോ എന്നത് മുൻകൂട്ടി കണ്ട് അവരുടെ പിന്തുണ ഇല്ലാതാക്കാൻ നടത്തുന്ന നീക്കമാണോ ഇത് എന്നതും ഉയരുന്ന സംശയമാണ്. ശിവരാജ് സിംഗ് ചൗഹാൻ മധ്യപ്രദേശിൽ മാമാജി എന്ന സ്നേഹവിളിയോടെയാണ് അറിയപ്പെടുന്നത്. ജനഹിതമായ വിവിധ പദ്ധതികൾ അദ്ദേഹം അവിടെ നടപ്പിലാക്കി. ജനഹൃദയങ്ങളിൽ പടർന്ന് കയറുകയായിരുന്നു അദ്ദേഹം അവിടെ. ലാഡ്ലി ബെഹന എന്ന പദ്ധതി വലിയ വിജയമാകുകയും ആ ഒറ്റ പദ്ധതി കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഗതി തന്നെ അവിടെ മാറ്റി പാർട്ടിയെ അവിടെ ഉയർത്തുകയും ചെയ്തു. ഇനി ഞാൻ ഡൽഹിയിലേക്കില്ല എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. പക്ഷേ BJPക്ക് ചൗഹാനെ മുന്നിൽ നിർത്തണം എന്നുള്ളത് കൊണ്ട് കേന്ദ്രത്തിൽ കൃഷിമന്ത്രിയാക്കി. പക്ഷേ ഈ അടുത്ത സമയത്ത് അമിത്ഷാ ചൗഹാനെ പിന്നിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പുറകെ വന്ന മോഹൻ യാദവിനെ ഉഗ്രമായി പ്രശംസിച്ചതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമില്ലേ എന്നതാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത്. ചൗഹാൻ ചെയ്ത അല്ലെങ്കിൽ ചൗഹാൻ്റെ ജനപിന്തുണയുടെ ചെറിയ അംശം പോലും മോഹൻ യാദവിന് അവകാശപ്പെടാൻ ഇല്ല. എന്നിട്ടും അമിത്ഷാ ഇത് പറയുമ്പോൾ അതിന് പിന്നിൽ ചില തന്ത്രങ്ങളുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. നിതിൻ ഗഡ്കരിയെ എടുത്താലോ, ദേശീയ തലത്തിൽ തന്നെ ശക്തനായ നല്ല ഭരണകർത്താവ് എന്ന് എല്ലാവരും പ്രശംസിച്ച കേന്ദ്രമന്ത്രി. 2014 BJP അധികാരത്തിൽ വരുമ്പോൾ 3-4 വകുപ്പുകൾ ഒരേ സമയം കൈകാര്യം ചെയ്ത അതിശക്തനായ മന്ത്രിയായിരുന്നു. ഇന്നോ റോഡ് ഗതാഗത വകുപ്പ് മാത്രം വെറും ഒരു പോസ്റ്റ്മാൻ്റെ സ്ഥാനം കൊടുത്തുകൊണ്ട് ഒതുക്കി എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പദ്ധതികൾ പ്രഖ്യാപിക്കാനും ഉദ്ഘാടനം ചെയ്യാനും മാത്രം അധികാരം. എന്നാൽ നയതന്ത്രപരമായ ഭരണപരമായ തീരുമാനങ്ങളിൽ ഒരു പങ്കും ഇദ്ദേഹത്തിന് ഇല്ല, ഉൾപ്പെടുത്തുന്നില്ല. അതായത് നിതിൻ ഗഡ്കരി എന്ന നേതാവിനെ അദ്ദേഹത്തിൻ്റെ വളർച്ചയെ നേരത്തെ പറഞ്ഞ ഇരുവർ സംഘം ഭാവിയിൽ ഭയപ്പെടുന്നു എന്നതാണ് അർത്ഥമാക്കേണ്ടത്. പാർട്ടിയിലും RSSലും നല്ല ഇമേജുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച എങ്ങനെയും തടയേണ്ടത് മോദി അമിത് സംഘത്തിന് ആവശ്യമായി ഉയർന്നു കഴിഞ്ഞു. നിലവിൽ മോദിക്ക് RSSൽ നിന്നും അത്ര നല്ല സമീപനം
ഒട്ടില്ല താനും. മൂന്നാമത്തെ ആള് രാജ്നാഥ് സിംഗ്. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരിക്കെ രാജ്യത്തെ ബാധിക്കുന്ന സുപ്രധാന തീരുമാനങ്ങളിലും അതിപ്രധാന സൈനിക തീരുമാനങ്ങളിലും തീരുമാനം എടുക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ആലോചിക്കുന്നത് പോലെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗുമായിട്ട് ആലോചന നടത്തുന്നില്ല എന്നതും പ്രധാന വിമർശനമായി ഉയരുന്നുണ്ട്. അതായത് രാഷ്ട്രപരമായ നിലപാടുകളിൽ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടി കാണിക്കാത്ത ഈ നേതാക്കളെ പടിക്ക് പുറത്തു നിർത്തി അവരുടെ ജനകീയത ഇടിച്ചു താഴ്ത്തിയാൽ അവരുടെ നിറം കെടുത്താമെന്ന നീക്കമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മോദിയും സംഘവും. രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികൾ ഭീതിയോടെയാണ് ഇതിനെയും നോക്കിക്കാണുന്നത്. കാരണം BJPക്കകത്ത് ഉൾപാർട്ടി പോര് എന്നതാണെങ്കിലും ഭരണപരമായി നോക്കുമ്പോൾ അത് ഏറ്റവും അപകടകരമായ രാജ്യത്തിലുള്ള നീക്കമാണ് എന്ന് വേണം കരുതാൻ. പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് രാജ്യത്തെ ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കുമ്പോൾ അതൊരു ദുസൂചനയാണ് നമുക്ക് തരുന്നത്. രാജ്യത്ത് തുടർന്നങ്ങോട്ട് ജനാധിപത്യത്തെ വിട്ടൊഴിഞ്ഞ് ബ്യൂറോക്രാറ്റുകളുടെ നിയന്ത്രണത്തിലാക്കുക എന്നതും അതുവഴി സ്വേച്ഛാധിപത്യ ഭരണം രാജ്യത്ത് നടപ്പിലാക്കുക എന്നതുമാണ് ഉയരുന്ന സംശയങ്ങൾ അത്രയും. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി ഉയർത്തുന്നുണ്ട്. മോദിയുടെ അധികാരത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും തൻ്റെ ചൊൽപ്പടിയിൽ നിലനിർത്താൻ വേണ്ടിയാണ് ഗുജറാത്തിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഉദ്യോഗസ്ഥ ഉപജാപക സംഘത്തെ തൻ്റെ ചുറ്റും വിന്യസിപ്പിച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുറപ്പെടുവിക്കുന്ന തിട്ടൂരം അണുവിട വ്യതിയാനമില്ലാതെ നടപ്പിലാക്കി മോദിയുടെ ഇച്ഛയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. നോട്ട് നിരോധനവും കോവിഡ് കാലത്തെ ലോക്ക്ഡൗൺ പ്രഖ്യാപനവും അടക്കം സുപ്രധാന തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതാത് വകുപ്പ് മന്ത്രിമാരെ മാറ്റി നിർത്തി മറ്റ് മന്ത്രിമാരെ ഒക്കെ തന്നെ വെറും നോക്കുകുത്തികൾ മാത്രമായി ഇരുത്തുകയാണ്. ഇത് വാജ്പേയിയുടെ നയങ്ങളും ആശയങ്ങളും പിന്തുടരുന്ന നേതാക്കളോടുള്ള അകൽച്ചയാണ് എന്നാണ് പാർട്ടിക്കകത്ത് തന്നെ സംസാരമുള്ളത്. RSSന്റെ നിയന്ത്രണത്തിന് പുറത്ത് മോദി ഉണ്ടാക്കുന്ന ഒരു വലിയ വൃത്തം, അതിൽ മോദിക്ക് ചുറ്റും മാത്രമായി വലയം ചെയ്യുന്ന ഉദ്യോഗസ്ഥ ഉപഗ്രഹങ്ങൾ, ഇത് തിരിച്ചറിഞ്ഞ RSS പിന്നണിയിൽ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കഴിഞ്ഞു. മോദിയെ പാർട്ടിക്ക് അധീനനായി വളരാൻ വിടാതെ അധികാരത്തിന് വെളിയിലേക്ക് മാറ്റി നിർത്താനുള്ള ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 11 വർഷമായി RSSന്റെ തണലിൽ രാജ്യത്ത് അഭിരമിക്കുന്ന മോദിക്ക് മുന്നിലേക്ക് മറ്റൊരു പുതിയ പ്രധാനമന്ത്രിയെ അവതരിപ്പിക്കാൻ തുനിയുമ്പോൾ മനസ്സിലാക്കാം ഇടയുന്ന ഈ നേതാക്കളുടെ ഇടയിലെ യുദ്ധകാഹളം. വർഗീയമായ വിള്ളലിൽ നിന്നും വിരിഞ്ഞു വളർന്ന സംഘപരിവാർ ഭരണം ഇപ്പോൾ മോദി അമിത് ഭരണത്തിലേക്ക് മാത്രമായി ചുരുങ്ങുമ്പോൾ RSSന്റെ ലക്ഷ്യവും പാളുന്ന അവസ്ഥയാണ്. ഹിന്ദുരാഷ്ട്രം എന്ന ലക്ഷ്യം വെറും മോദി സ്വേച്ഛാധിപത്യത്തിലേക്ക് മാത്രം ഒതുങ്ങുന്നതിനെ ഇല്ലാതാക്കാൻ കളികൾ തകൃതിയാക്കി കഴിഞ്ഞു RSS. അതായത് രാജ്യം 11 വർഷം കൊണ്ട് ശ്വാസം മുട്ടുകയാണ് എന്നത്. ഇത് ജനം തിരിച്ചറിയുകയും അതിനെതിരെ പ്രതികരിക്കാൻ ഏറ്റവും നല്ല അവസരമായി ഈ പാളയത്തിലെ പടപ്പുറപ്പാട് എന്നതും മനസ്സിലാക്കി കഴിഞ്ഞു ജനം. മോദി സ്വയമെടുത്ത അനേക തീരുമാനങ്ങൾ അത് രാജ്യത്തിനെ തന്നെ തിരിഞ്ഞു കൊത്തുകയും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും രാജ്യത്തെ ശിഥിലീകരിക്കുന്ന സ്ഥിതി സംജാതമാക്കുകയും ചെയ്തു. ഇങ്ങനെ രാജ്യം ചോദ്യമുനയിൽ നിൽക്കുന്ന സാഹചര്യം ഒരു പ്രധാനമന്ത്രിയുടെ ചെയ്തികളിലൂടെ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അത് എത്രമാത്രം ജനങ്ങളെ ബാധിക്കുന്നു എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. ഇതേ ജനം തന്നെയല്ലേ തിരഞ്ഞെടുപ്പിൽ തീരുമാനമെടുക്കേണ്ടത്? ഇപ്പോൾ തന്നെ ജനം അതിന് മറുപടി തയ്യാറാക്കി കാത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ പരമോന്നതമായ നീതിന്യായ കോടതിക്ക് മുന്നിലെത്തിയ അനേകം പരാതികളിൽ വരുന്ന തീരുമാനം പോലിരിക്കും ഇന്ത്യയുടെ ഭാവി. ഇനി ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യം ആര് തട്ടിത്തെറിപ്പിച്ചാലും കോടതി അതിൽ ഇടപെടും എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ അത് ഇന്ത്യയിൽ 140 കോടി ജനത്തിനും പ്രതീക്ഷ നൽകുന്ന വളരെ സുപ്രധാന തീരുമാനമായിരിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.